കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും UDF സ്ഥാനാർത്ഥി പ്രേമേന്ദ്രന് വലിയ മുൻതൂക്കം കാണുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ആ മണ്ഡലത്തിൽ പ്രേമേന്ദ്രൻ ചെയ്ത നല്ല കാര്യങ്ങളാണ്. അടിസ്ഥാന വികസന കാര്യങ്ങളിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിയോജകമണ്ഡലത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി പ്രവർത്തിക്കുകയും ലോക്സഭയിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സഭയ്ക്കുള്ളിൽ വേണ്ട രീതിയിൽ അംഗീകാരം കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ ലോക്സഭയിലൊരു ശക്തമായ പ്രതിപക്ഷ അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനൊരു റെപ്യൂട്ടേഷനുണ്ട്. ആ റെപ്യൂട്ടേഷൻ അദ്ദേഹം വർദ്ധിപ്പിച്ചതല്ലാതെ മറ്റ് ആരോപണങ്ങൾക്കൊന്നും അർത്ഥമില്ല എന്ന് തെളിയിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ മറ്റുള്ളവരുമായി ഒരു ചായ സൽക്കാരത്തിന് പോയി എന്ന് പറയുന്നത് കൊണ്ട് അതിനപ്പുറം അതിൽ കാണാനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആശയപരമായി അദ്ദേഹം BJP വിരുദ്ധനാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. മുമ്പ് LDFിലായിരുന്നെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് UDFിൽ പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും UDFിൻ്റെ നേതൃനിരയിൽ തന്നെ മുൻപന്തിയിലുള്ള പ്രേമേന്ദ്രന് മണ്ഡലത്തിനെ സേവിച്ച ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുൻതൂക്കമുണ്ടായതിൽ അത്ഭുതപ്പെടാനുമില്ല. മറുവശത്ത് LDF ശക്തനായ ഒരു ജനകീയനായ ഒരു താരത്തെ ഇറക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം നിലവിൽ കൊല്ലം അസംബ്ലി മണ്ഡലത്തിലെ അംഗമാണ്. പക്ഷേ ആ പ്രാദേശികപരമായിട്ട് മുൻ സിനിമാ താരമായ മുകേഷിന് ആ മണ്ഡലത്തിൽ കാര്യമായൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആക്ഷേപം ശക്തമായിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നുള്ള നിലയിൽ നല്ലൊരു പ്രാസംഗികനാണ്, പെർഫോമറാണ്. നിയോജകമണ്ഡലത്തിലും ലോക്സഭയിലും പൊതുമണ്ഡലത്തിലും എല്ലാം ആ നിലയ്ക്ക് പ്രേമേന്ദ്രന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിനെ മുകേഷിൻ്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട്, സിനിമയിലുള്ള ഒരു ജനകീയത കൊണ്ട് മറികടക്കാൻ പറ്റുമെന്ന് അത്ര എളുപ്പം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മുൻതൂക്കം പ്രേമേന്ദ്രൻ നേടിയത് തുടരാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിനെതിരെ അങ്ങനെ വലിയ വികാരമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം സംഖ്യയാണെന്നുള്ള ആക്ഷേപം കൊണ്ടുവന്ന് കുറച്ച് വോട്ടുകളെങ്കിലും മറിക്കാൻ ശ്രമിക്കുന്നത്. മുകേഷിനെ നിർത്തിയത് കൊണ്ട് പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രേമേന്ദ്രൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള വോട്ടുകൾ ഇപ്പോഴും അദ്ദേഹത്തിന് ലഭിക്കും. പിന്നെ BJP കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് മറ്റൊരു ബ്രേക്ക് ത്രൂ ആണ്. കാരണം BJPക്ക് അവിടെ ഫീൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് സിനിമയിലും അതോടൊപ്പം സീരിയലിലും എല്ലാം ഉള്ള സ്ഥാനമുള്ളത് കൊണ്ടും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് BJPയുടെ സമുന്നതമായൊരു സ്ഥാനമുള്ളത് കൊണ്ടും കൃഷ്ണകുമാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും ഈ മൂന്ന് പേരുടെ മത്സരത്തിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം കൊണ്ടുവരാൻ കൃഷ്ണകുമാറിന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം BJPക്ക് തിരുവനന്തപുരത്തുള്ളതുപോലെ ഒരു ശക്തമായ വേരോട്ടം കൊല്ലത്ത് കാണുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും കൊല്ലത്തിൻ്റെ മത്സരം UDFും LDFും തമ്മിലാണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കൃഷ്ണകുമാർ ഇനി വരും ദിനങ്ങളിൽ എത്ര മുന്നേറുമെന്നാണ് കാണേണ്ടത്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ശക്തമായൊരു ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ പറ്റുമോ എന്നുള്ളതും നമുക്കിനി വരും ദിനങ്ങളിൽ കാണാവുന്നതാണ്. ചുരുക്കത്തിൽ പ്രേമേന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പ് UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം UDFിന് ഉറച്ചൊരു മണ്ഡലം എന്നുള്ള നിലയിൽ അതിനെ പരിഗണിക്കാം. മാത്രമല്ല പ്രേമേന്ദ്രൻ വളരെ ശക്തനായ MA ബേബിയെയും മുൻ മന്ത്രി ആയിരിക്കുന്ന ബാലഗോപാലിനെയൊക്കെ മുൻ തിരഞ്ഞെടുപ്പുകളിലൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനം, RSP എന്ന് പറയുന്നൊരു പാർട്ടിക്ക് വലിയൊരു വേരോട്ടമൊന്നും ഇപ്പോൾ പല പിളർപ്പുകൾ കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട് കാണും, അത് കുറഞ്ഞു കാണും. പക്ഷേ UDF എന്നുള്ള ഒരു വിശാലമായ ഒരു ക്യാൻവാസിൽ പ്രേമേന്ദ്രന് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസും അദ്ദേഹം നൽകിയ പ്രവർത്തനങ്ങളും എല്ലാമാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകാൻ പോകുന്നത്. മറുവശത്ത് പ്രതിപക്ഷം അല്ലെങ്കിൽ LDF അദ്ദേഹത്തിന് മറ്റു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് BJPയുമായി അടുത്ത് നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം പറയുന്നത്. അത് വലിയ രീതിയിൽ ഏൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പ്രേമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ കൃഷ്ണകുമാർ വന്നപ്പോൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു തുടക്കം ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധിക്കാം. കാരണം കൃഷ്ണകുമാറിനും അദ്ദേഹത്തിൻ്റെതായ ഒരു പരിചയം സമൂഹവുമായിട്ടുണ്ട്. പക്ഷേ പ്രവർത്തനം ഇനി എത്ര BJP മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും ഇത് ത്രികോണ മത്സരമാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.